ഗൈസ് ഇന്നലത്തെ കളി എന്ന് പറഞ്ഞാൽ സീനായിരുന്നു. ഇന്നലെ കാരണം 3 കിടിലൻ കളികൾ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബയൺ വേഴ്സസ് ലെവർകുസൻ, PSG വേഴ്സസ് ലിവർപൂള്, പിന്നെ ബെനഫിക്ക വേഴ്സസ് ബാർസ. സ്വാഭാവികമായിട്ട് ഞാനൊരു ബയൺ ഫാൻ ആയതുകൊണ്ട് ബയണിന്റെ കളിയെ ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ മറ്റോടത്തൊക്കെ അപാര സംഭവങ്ങളാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും റിപ്പീറ്റ് കണ്ടിട്ട് ഞാൻ നോക്കണം. കാരണം ഹൈലൈറ്റ്സ് എന്തായാലും അത്ര അടിപൊളി ഫീൽ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ റിപ്പീറ്റ് കാണേണ്ടി വരും. കാരണം അത്രയ്ക്ക് മാരക കളികളാണ് അവിടെ നടന്നതെന്ന് പറഞ്ഞത്. അവിടെ ഗോളികൾ വിളയാടുകയായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടത്. 2 സ്ഥലത്തും ഗോളികളായിരുന്നു അപാര കളികൾ എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് ഷോട്ട്സും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സീനായിരിക്കും. ഓക്കെ, നമുക്ക് ബയണിലേക്ക് വരാം. ബയൺ വേഴ്സസ് ലെവർകുസൻ. ഞാൻ സത്യം പറഞ്ഞാൽ ലെവർകുസൻ ഭയങ്കര ടൈറ്റാണ്. കുറേ കാലമായിട്ട് ലാസ്റ്റ് 5 മാച്ചായിട്ട് ജയിച്ചിട്ടില്ല ബയണ് അവരുടെ അടുത്ത്. ഈവൻ മറ്റേ DFB പോക്കലിൽ തന്നെ റൗണ്ട് ഓഫ് 16 അവിടെ പൊട്ടിച്ചത്. അവിടെ ഭയങ്കര ടൈറ്റ് മാച്ചായിരുന്നു അന്ന്. ഞാൻ ഇങ്ങനെ ജയിക്കും പലവട്ടം വിചാരിച്ചു. പക്ഷേ അന്ന് കുറേ അറ്റാക്ക് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എൻ്റെ എനിക്ക് ഓർമ്മയിട്ടില്ല. അന്ന് ഭയങ്കര അറ്റാക്ക്, പക്ഷെ കിട്ടുന്നില്ല. ആ ഒരു രീതിയിലായിരുന്നു. അപ്പം ഞാൻ ഇതും അങ്ങനെ ഗോള് കിട്ടാത്ത രീതി ആവുമെന്നൊക്കെ വിചാരിച്ചു. ഭയങ്കര പേടിച്ചിട്ടാണ് കളി കണ്ടത്. പക്ഷെ ഉണ്ടല്ലോ ബയൺ അപാര അറ്റാക്ക്. എൻ്റെ മോനെ, ഞാൻ തീരെ പ്രതീക്ഷയില്ല ഇങ്ങനൊരു കളി. മറ്റവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഉപ്പുമാക്ക മറ്റേ വേർഡ്സിനൊക്കെ അടിച്ച് ഉറക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. എൻ്റെ മുന്നേ അപ്പാരം ഷോട്ട്സിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 17 ഷോട്ട്സ് ബയൺ അടിക്കുന്നു, ലെവർകുസൻ വെറും 3 എണ്ണം. അതിൽ ഷോർട്ട് ഓൺ ടാർഗറ്റ് വരുന്നത് ഒറ്റൊന്ന് മാത്രമാണ് ലെവർകുസന്. മറ്റവർക്ക് 6 എണ്ണം വരുന്നുണ്ട്. അപ്പാര ഷോട്ടുകൾ. കിമ്മിച്ചിനൊക്കെ ആരൊക്കെ ഷോട്ടുകളൊക്കെ അടിക്കാൻ നോക്കിയിട്ടൊക്കെ ഉണ്ട്, ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. മറ്റേ കീപ്പർ സേവ് ചെയ്താണ്. ഗോൾ തുടങ്ങിയിട്ട് തന്നെ 9ാം മിനിറ്റിൽ ഒലീസേൻ്റെ ഒരു അസിസ്റ്റിൽ കെയ്ൻ അബ്ബാരെ ഹെഡ് ചെയ്യാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏമാതിരിയാ സാരം. അങ്ങനെ കുറേ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണല്ലോ ബയൺ ഇങ്ങനെ കെയ്നിന് ഇങ്ങനെ ഇട്ടുകൊടുക്കും. ഉപ്പും എന്നിട്ട് ഇങ്ങനെ കുറേ ഇട്ടുകൊടുക്കും. അങ്ങനെ കുറേ നോക്കുന്നുണ്ട്. കുറേ ജസ്റ്റിനൊക്കെ പോയിട്ടുണ്ട്. മറ്റേ കിമ്മിച്ചിൻ്റെ ഒരു കോർണർ ഷോട്ടിൽ മുസിയാല ഹെഡ് ചെയ്തിട്ട് ജസ്റ്റ് ബാറിന് പോയിട്ടുണ്ട്. ജസ്റ്റ് എൻ്റെ പോലെ എന്ത് സങ്കടമായി. കണ്ടപ്പോൾ സങ്കടമായി. കേരളയിന് മുസിയാലി ഒന്ന് കുറച്ചൊക്കെ ഗോൾ അടിക്കേണ്ട ചെങ്ങായിയാണ്. അങ്ങനെ അപ്പാര കളികളാണ് അവൻ്റെ അടുത്ത് കിട്ടുന്നത്. പിന്നെ 37ാം മിനിറ്റിൽ ഒരു അടി തറക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. കെയ്നെ സാക്ക വെക്കുന്നുണ്ട്. അതിന് മുന്നേ വിയറ്റ്സിന് സ്വന്തം ടീം അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് കാലൊക്കെ തട്ടി വീഴുന്നുണ്ട്. അതിനൊക്കെ കിടന്ന് സീനായിട്ടുണ്ടോ, നല്ല അടി കിട്ടുന്നുണ്ട്. അതിന് കിടന്ന് കരയിന് അവിടെ വിയറ്റ്സ് ഭയങ്കര സീനൊക്കെ ആയിരുന്നു. പിന്നെ അത് ബാക്കിലുള്ള മറ്റേ ബയണിലെ ഏതോ പ്ലെയർ, എനിക്ക് ഓർമ്മയില്ല, ഏതോ പ്ലെയർ ഉന്തിയിട്ടൊക്കെയാന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ഒരു ഫൈറ്റ് നടക്കുകയാണ്. ഭയങ്കര സീൻ നടന്നുണ്ടായിരുന്നു 37ാം മിനിറ്റിൽ. അതിൽ ലെയ്മറിന് യെല്ലോ കാർഡ് കിട്ടുകയാണ്, മുക്കിയലിന് യെല്ലോ കാർഡ് കിട്ടുകയാണ്. ചെങ്ങായിമാർക്ക് രണ്ടാളാ. ഓരോ ലെയ്മർ വന്ന് ജാതിപ്പെട്ട സീനൊക്കെ തൊണ്ട അടിക്കണ എന്ത് സൊറളിക്കല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനൊക്കെ ആയിരുന്നു. അതിന് ഓർക്ക് 2 യെല്ലോ കാർഡ് കിട്ടി. മുക്കിയിലേക്ക് പിന്നെ അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അതും പോരാഞ്ഞിട്ട് പിന്നെയും കെയ്നെ ഫൗൾ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റെഫറി എന്തോ നോക്കാത്തത് എന്തൊക്കെ അറിയില്ല, എന്തോ സീനോണ്ട് ഗൊറട്സ്ക പിന്നെയും കച്ചണ്ടാക്കി. ഗൊറട്സ്ക ഇങ്ങനെ കച്ചണ്ടാക്കി. അതിൽ ഗൊറട്സ്ക്ക് യെല്ലോ കാർഡ് കിട്ടി. കോമഡി. ആ കാർഡ് കിട്ടിയപ്പോൾ ഏറെ പെട്ടെന്ന് ചിരിച്ചു കുനിക്കൊരു പോക്ക്. നല്ല രസമായിട്ട് കാണാം, കോമഡി കാണാം, നല്ല രസമായിട്ട്. പക്ഷേ മീൻസ് അത് ഓന് കിട്ടി. റഫറിനോട് ഇങ്ങനെ കൊടുത്താൽ വന്നിട്ട് എല്ലാവർക്കും കിട്ടിയില്ല. അവിടെ കുറേ യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. വേറെ പുറത്തുള്ള ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റേ ലെവർകുസനിലെ കുത്തിരിക്കുന്ന ആർക്കോ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഗോള് വരുന്നുണ്ട്. ഈ ഗോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ ഗിഫ്റ്റ് എന്നൊക്കെ പറയാം. കിമ്മിച്ചിൻ്റെ ഒരു ഷോട്ട് വരികയാണ്. അതിൽ കൊവാർ മിസ് ചെയ്ത് പോവാണ്. ഗോളി കീപ്പർ, ലെവർകുസന്റെ ഗോളി കീപ്പർ ആയിട്ടുള്ള കൊവാർ മിസ് ചെയ്ത് പോവാണ്. ആ മിസ് ചെയ്തത് മുതലാക്കിയിട്ട് മുസിയാല ഗോൾ അടിക്കുകയാണ്. എൻ്റെ അത് വരുന്നു ഞാൻ തീരെ വിചാരിച്ചില്ല. അങ്ങനെ ഒരു സാധനം വരുന്നു ഞാൻ സത്യമായിട്ടോ വളരെ സാധനം. ഞാൻ ഞെട്ടിപ്പോയിട്ട് സാധനം ഇതൊക്കെ കിട്ടി. അങ്ങനെ 2-0 നിൽക്കുകയാണ്. എന്നാലും എനിക്ക് പേടിയുണ്ട് ലെവർകുസനെ. കാരണം ഇടയ്ക്ക് വെച്ചിട്ടൊരു മാറ്റം വരുന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എന്തോ ഭാഗ്യം വന്നിട്ടില്ല. ഈ ഒരു ഗോള് കഴിഞ്ഞിട്ട് തന്നെ നോയറിന് പരിക്ക് പറ്റുന്നുണ്ട്. അതിന് മുന്നേ ഒരു നീ ഇഞ്ചറി ഉണ്ടാക്കുന്നുണ്ട്. അതിന് മുന്നേ ഒരു സേവ് ഉണ്ടായിരുന്നു തോന്നുന്നു. ആ നീ ഇഞ്ചറിയിൽ ആള് മാറാണ്. മറ്റേ ഗോൾ ഇങ്ങനെ വെറുതെ കുത്തിരിക്കുന്നു വെറുതെ കുത്തിരിക്കുന്നു. അപ്പോഴാണ് എൻ്റെ പോലെ റെഡി ആവണമല്ലോ എന്ന് പറഞ്ഞിട്ട് വേറെ റെഡി ആയിട്ട് എങ്ങനെയൊക്കെയോ കഴിച്ചിലായിട്ട് റെഡി ആയിട്ട് ഓർബിക്ക് വെറും 21 വയസ്സായിട്ടുള്ള കുഞ്ഞു ചങ്ങായി വന്ന പാടന്നെ ഒരു പാസ് ഇട്ട് കൊടുത്തിട്ടുണ്ടേനെ. പാസ് ഇട്ട് കൊടുത്തിട്ട് ഇതങ്ങോട്ട് കയറി അങ്ങോട്ട് പെട്ടക്കെന്ന് പറഞ്ഞിട്ട് എടുത്ത് ഞാൻ വിചാരിച്ചു അതറ്റ പോയി. ഷാക്കി ആരോ ഒന്ന്
ഇവന്റെ പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വിചാരിച്ചു പട്ടച്ചാര ഫസ്റ്റ് തന്നെ വന്ന പാടം തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടിപൊളി കളിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു മീൻസ് ഇതെന്താ സീനൊക്കെ നൈസ് കളിയായിരുന്നു. ഓന് അത്യാവശ്യം ഒരു കിടിലം നല്ല ക്ലിയറൻസ് ആയിരുന്നു. ചില ഭാഗത്തൊക്കെ ചില സമയത്തൊക്കെ അടിപൊളിയായിട്ട് എടുത്തങ്ങോട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പുറത്തേക്ക്. പിന്നെ അതും പോരാഞ്ഞിട്ട് ഒരു തവണ ഇവർ മാത്രമുള്ളപ്പോൾ ഒരു തവണ ഗോൾ കീപ്പറും വേറെ ആരുമില്ല, എന്നിട്ട് ത്രോന്റെ അടുത്തേക്ക് പോയിട്ട് ചെങ്ങായി അടിച്ചൊഴിവാക്കി. ചെങ്ങായി നല്ലൊരു കീപ്പർ തന്നെയാണ്. പിന്നെ കൊമാനിന് ഒരു ഫൗള് വെക്കുന്നുണ്ട് മുക്കിയിലെ. ഈ മുക്കിയിലെ ഫൗള് വെച്ചിട്ട് ഒരു റെഡ് കാർഡാ, സ്പോട്ടിൽ റെഡ് കാർഡാ. ചെങ്ങായി അപ്പം തന്നെ സോറി പറയണ്ടിട്ടോ, സോറി അറിയാണ്ട് ചവിട്ടിപ്പോയതാ, കാലിന് ചവിട്ടി പോണതാ. അപ്പോൾ സോറി എന്ന് പറഞ്ഞിട്ട് ചെങ്ങായി റെഡ് കാർഡ്, സ്പോട്ടിൽ റെഡ് കാർഡ്. സംഭവം വേണ്ടിയിട്ട് ചെയ്തല്ല, നമുക്ക് കണ്ടാൽ മനസ്സിലായി വേണ്ടിയിട്ട് ചെയ്തല്ല. പക്ഷെ കിട്ടിക്കോട്ടെ റെഡ് കാർഡൊക്കെ, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കണ്ടേ. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ഒരു ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ സനെ ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരുന്നു. ടോപ്പ് സോവ എന്ന് പറഞ്ഞ ചെങ്ങായി മറ്റേല് മാറിയിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒരു കോർണർ ആയപ്പോഴത്തേക്ക് കെയിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുക, അപാര കെട്ടിപ്പിടുത്തൊക്കെ. എന്തേത്തത് ചെങ്ങായി വന്ന പാടന്നെ ഫൗള് കൊടുത്ത് ആർക്ക്, കെയിന്. എന്നിട്ട് കെയിൻ അവിടെ നിന്ന് ഇങ്ങനെ കെഞ്ചി പറഞ്ഞ് നോക്ക് ഒന്ന് നോക്കിക്കാളും, ഒന്ന് വാറിൽ, അങ്ങനെ വാറിൽ നോക്കിയിട്ട് അവിടെ പെനാൽറ്റി കിട്ടുകയാണ്. ചങ്ങ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു സീനൊക്കെ കോർണറിൽ. സ്വാഭാവികമായിട്ടും നമ്മളെ മുത്ത് കെയിനാണ്, അങ്ങനെ ഇങ്ങനെ ഒന്നും മിസ്സാക്കില്ല. അത് അടിച്ചങ്ങോട്ട് കയറ്റി. പിന്നെ 3-0. പിന്നെ മോനെ വിയർസും ഫ്രിംപോങ്ങും അവിടെ കിടന്നിട്ട് ഇങ്ങനെ ബെഞ്ചിൽ കിടന്നിട്ട് ഇങ്ങനെ പറയണ്ടായിരുന്നു, സൊറ അറിയണ്ടായിരുന്നു. ഭയങ്കര പുറുപുറുക്കലൊക്കെ. അത് ക്യാമറേൻ്റെ വീട്ടിലൊക്കെ ചെക്കാർക്ക് ഭയങ്കര സീനായി പോയിട്ട് കേട്ടോ. അമ്മാതിരി 3-0. കുറെ കാലമായിട്ട് ടൈറ്റായിട്ട് നിന്ന് നിൽക്കുന്ന ഈ ടീമിനോട് 3-0 ജയിക്കുമ്പോൾ എൻ്റെ മോനെ അപാര സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത്. സത്യം പറയാനുള്ള, ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജയിക്കണേ എന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു ടൈമിൽ 3 ലീഡാണ്. അടുത്ത ലെഗിൽ എന്താവും എന്നെനിക്കറിയില്ല. പക്ഷെ എന്തായാലും പൊട്ടില്ല എന്നുള്ളൊരു വിശ്വാസം വന്നു. ഞാൻ പൊട്ടുന്നു വിചാരിച്ചാൽ ഇങ്ങനത്തെ ഒരു തീരെ അറ്റാക്കില്ലാത്ത ലെവോഷനെ ഞാൻ കാണും എന്ന് ഞാൻ വിചാരിച്ചില്ല ബയറിൻ്റെ അടുത്ത്. പക്ഷേ ഇത് അബ്ബാരായിരുന്നു. ഞാൻ വിചാരിക്കാതെ തന്നെ എനിക്ക് അബ്ബാരൊരു കളി കിട്ടി. എടാ തേക്സറ മുത്തുമണി, പൊളിയായിരുന്നു, അടിപൊളി കളി. അപ്പൊക്കെ ബൈ.